നമസ്കാരം, എല്ലാവർക്കും നേച്ചർ യോഗ സെന്ററിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബഗാസനം, നമ്മുടെ കയ്യിലെ പവർ വളരെയധികം സ്ട്രെങ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടും കോൺസെൻട്രേഷൻ പവർ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്ന ബഗാസനം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്ന് വളരെ ഈസിയായി എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്ന് പരിശോധിക്കാം. ഇതിനായി നമുക്ക് വേണ്ടത് കൈയിന്റെ പവർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട രണ്ട് പ്രാക്ടീസുകൾ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യണം. ഒന്ന്, പുഷപ്പ് ലൈനിലുള്ള ചതുരംഗ ദണ്ഡാസനം. രണ്ട്, എൽബോ പുഷപ്പ് ലൈൻ. ഈ രണ്ട് പ്രാക്ടീസുകൾ ചെയ്തതിനു ശേഷം മാത്രമാണ് ബഗാസനത്തിന്റെ പ്രാക്ടീസിലേക്ക് കടക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ആ ഒരു പ്രിപ്പറേഷൻ പ്രാക്ടീസിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ക്യാറ്റ് പോസിലേക്ക് വരിക. ക്യാറ്റ് പോസിലേക്ക് കാൽമുട്ടാൽ അകറ്റി വെച്ച് കാൽപാദം അകറ്റി വെച്ച് കൈകൾ കൃത്യമായിട്ട് ക്യാറ്റ് പോസ് ഡയറക്ഷനിലേക്ക് വെച്ചതിന് ശേഷം സാവകാശം ഓരോ കാല് പിറകിലേക്കാക്കി പുഷപ്പ് ലൈൻ കറക്റ്റ് ചെയ്യുക. ചതുരംഗ ദണ്ഡാസനം ഭൂമിക്ക് സമാന്തരമായിട്ട് നിൽക്കുക. ഏകദേശം 1 മിനിറ്റോളം ആ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ കാഫ് മസിൽസും കാൽമുട്ടും തൈ മസിൽസും അരക്കെട്ടൊക്കെ നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ ആ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുശേഷം എൽബോ പുഷപ്പ് ലൈനിലേക്ക് വരിക. എൽബോ പുഷപ്പ് ലൈനിലേക്ക് വന്ന് അതും 1 മിനിറ്റോളം പ്രാക്ടീസ് ചെയ്യണം. ഈ രണ്ട് പ്രാക്ടീസുകൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബഗാസനം പ്രാക്ടീസിലേക്ക് കടക്കേണ്ടത്. ബഗാസനം പ്രാക്ടീസ് ചെയ്യുന്നതിന് ആദ്യം നമ്മൾ മലാസനം പോസ്റ്ററിലേക്ക് എത്തണം. മലാസനം പോസ്റ്ററിൽ നിന്നും നമ്മുടെ ആംപിറ്റ് കക്ഷഭാഗം കാൽമുട്ടിലേക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുക. കൈ കൃത്യമായി മുമ്പോട്ട് വെക്കുക. കൈയുടെ വിരലൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൈക്ക് നല്ല പവർ കൊടുത്തുകൊണ്ട് സാവകാശം എഴുന്നേറ്റ് അവിടെ നിന്ന് പയ്യെ ഉയർന്ന് നമ്മുടെ ബോഡിയെ മുമ്പോട്ട് ഫോർവേഡ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ചാടാനുള്ള ശ്രമം നടക്കരുത്. നമ്മുടെ ശരീരം മുമ്പോട്ട് ഫോർവേഡ് ചെയ്യുക. അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് കാലുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഉയരും. അങ്ങനെ തന്നെ ആ കാൽ തൊഴുതി പിടിച്ച് കാൽപാദം പിറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. മുമ്പോട്ട് നോക്കുക, സ്റ്റേ ചെയ്യുക. സ്ലോലി ഡൗൺ. ഓക്കെ, എല്ലാവരും വളരെ ശ്രദ്ധയോടെ പ്രാക്ടീസ് ചെയ്യുക. നന്ദി, നമസ്കാരം.